സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇന്നലെ 284 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തീർച്ചയായും ഈ ലഹരി ഡ്രൈവുകൾ വല്ലാതെ തരത്തിൽ പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയധികം സംസ്ഥാനത്ത് ലഹരി പടർന്നു പിടിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിലാണ് സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിലെ ഈ കണക്കുകൾ ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്തു. 26.433 ഗ്രാം MDMA-യും 35.2 കിലോ കഞ്ചാവും പിടികൂടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നു. അനു, ഇന്നലെ മാത്രമുള്ള കണക്കാണോ ഇത്? എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് തോന്നിപ്പോവുകയാണ് ഈ കണക്കുകൾ കേൾക്കുമ്പോൾ. ഇത് എവിടെയൊക്കെയാണ് ഈ ആളുകൾ പിടിയിലായിരിക്കുന്നത്? എവിടെയൊക്കെയാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനു? സംസ്ഥാന വ്യാപകമായി ഉള്ള കണക്കിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം ഏകദേശം 273 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ 284 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2841 പേരെ പോലീസ് പരിശോധന നടത്തി. കാരണം ഈ ലഹരി വ്യാപാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംശയമുള്ള 2841 പേരെ അറസ്റ്റ് ചെയ്ത് പരിശോധന നടത്തിയതിൽ 284 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA 26.433 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 35.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. ഇത് കൂടാതെ 193 കഞ്ചാവ് പീടികളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പോലീസിന്റെ പരിശോധന നടക്കുമ്പോൾ എല്ലാ ദിവസവും സമാനമായ രീതിയിൽ കൂടുതൽ ആളുകൾ പിടിയിലാകുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്നാണെങ്കിൽ സംസ്ഥാനത്ത് 222 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 234 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് 2362 പേരെയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് 14-ാം തീയതി അറസ്റ്റ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിൽ ഇന്നത് കൂടിയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ ആളുകളുടെ എണ്ണം കൂടി വരുന്ന കണക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ, അതായത് മാർച്ച് 15-നാണ് സംസ്ഥാനത്ത് 284 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ലക്ഷ്മി പത്മ, ഈ കണക്കുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത്രയ്ക്കും കേരളത്തിൽ ലഹരി വലകൾ വ്യാപകമാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ ഒറ്റ ദിവസം മാത്രം 284 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത്തരം ലഹരി ഡ്രൈവുകൾ ഇനിയും നടക്കട്ടെ, എങ്കിൽ മാത്രമേ സമൂലമായി ഈ മയക്കുമരുന്നിനെ നമ്മുടെ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ആണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.